വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുൻപിൽ എന്ന വാക്യം നമുക്ക് കാണുവാൻ സാധിക്കും. ക്രീനോ എന്ന ഗ്രീക്ക് പദമാണ് വ്യവഹാരത്തിനെ സൂചിപ്പിക്കുവാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടു ജഡ്ജ് അല്ലെങ്കിൽ സിവിൽ കേസസ് ഇൻ സെക്യുലർ കോർട്ട്സ് എന്ന ആശയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഗ്രീക്കോ റോമൻ പശ്ചാത്തലത്തിൽ പരമ്പരാഗതമായ സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ പരിഹരിക്കുവാൻ കൊരിന്ത്യൻ സഭയ്ക്ക് അകത്തു നിന്നുള്ള വിശ്വാസികളുടെ ഇടയിൽ നിന്നും അവിശ്വാസികളുടെ ഇടയിലിറങ്ങി വ്യവഹാരങ്ങൾ കോടതികളിൽ നടത്തുന്നതിനെയാണ് പൗലോസ് ഇവിടെ വിമർശിക്കുന്നത്. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു എന്നും, നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, സഹോദരന്മാർക്ക് മധ്യേ ഒരു കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ളൊരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ എന്നെല്ലാമാണ് പൗലോസിൻ്റെ വിമർശനങ്ങൾ. ക്രൈസ്തവ ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഡോക്ട്രിൻ ഓഫ് ഇലക്ഷൻ എന്ന് പറയുന്ന പഠന മേഖലയിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളുടെ പ്രത്യേകതയെ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. അവിടെ മനുഷ്യരുടെ വാദങ്ങളും തീരുമാനങ്ങളും ആഗ്രഹങ്ങളും അപ്രസക്തമാണ് എന്നും, പഴയ നിയമത്തിലെ ജ്യേഷ്ഠനായ കായിനെയും അനുജനായ ഹാബലിനെയും നമുക്ക് കാണുവാൻ സാധിക്കുകയും അതുപോലെ തന്നെ ഏശാവിനെയും യാക്കോബിനെയും യോസെഫിനെയും അവൻ്റെ സഹോദരങ്ങളെയും നമുക്ക് കാണുവാൻ സാധിക്കുകയും ചെയ്യും. ഇവിടെ മാനുഷിക വ്യവസ്ഥകളിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പഴയ നിയമത്തിൽ അനുജന്മാരിലൂടെയാണ് മുന്നോട്ട് പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ പുതിയ നിയമത്തിൽ തൻ്റെ ആദിജാതനിലൂടെ ദൈവം തൻ്റെ രക്ഷാകര പദ്ധതി ക്രമപ്പെടുത്തിയെന്നും നമുക്ക് കാണുവാൻ സാധിക്കും. ആദിജാതൻ ശരീരം കൊണ്ട് തകർന്നവനും നുറുങ്ങിയവനും ആയിരുന്നാലും മാനുഷിക തലങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന നീതിബോധങ്ങളും വിധികളും ദൈവനീതിയുടെയും പദ്ധതികളുടെയും താഴെ തട്ടിലാണ് എന്നും ഈ ഒരു പ്രവർത്തനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവിക ഉദ്ദേശം എന്താണെന്ന് പലപ്പോഴും നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുവാൻ ഇടവരികയില്ല. മനുഷ്യർ തങ്ങളുടെ സഹോദരർ തമ്മിലുള്ള തർക്കങ്ങളിലല്ല, ദൈവനിയോഗങ്ങളെ തിരിച്ചറിയുവാനുള്ള കൃപയിലും സഹോദരർ തമ്മിലുള്ള വ്യവഹാരങ്ങളിലല്ല, മനുഷ്യരും ദൈവവും തമ്മിലുള്ള വ്യാപാരങ്ങളിലും നിലകൊള്ളുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.